ഹലോ ഫ്രണ്ട്സ്, KKC ഫാം ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ കാളക്കൊക്ക് അല്ലെങ്കിൽ വെള്ളക്കൊക്ക്, കൊറ്റി എന്നൊക്കെ വിളിക്കുന്ന കാറ്റിൽ ഇഗ്രേറ്റിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും അതുപോലെ വയലുകളിലുമൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരിനം കൊക്കാണിത്. ഇതിനെ കാറ്റിൽ ഇഗ്രേറ്റ് എന്ന് വിളിക്കാൻ കാരണം നമ്മൾ പശുക്കളെയും കാളകളെയും ഒക്കെ കെട്ടുന്ന സ്ഥലങ്ങളിൽ ഇവ ധാരാളമായി കാണുന്നു. ഇവയുടെ ശരീരത്ത് വന്ന് പറ്റുന്ന കൃമികളെയും കീടങ്ങളെയും പുഴുക്കളെയും ഒക്കെ ഇവ ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇവയെ കാറ്റിൽ ഇഗ്രേറ്റ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ഇവയെ നല്ല വെളുപ്പ് നിറത്തിലും ചില സമയങ്ങളിൽ, അതായത് ബ്രീഡിംഗ് ടൈമിൽ കഴുത്തിലും മുതുകത്തുമൊക്കെ ഓറഞ്ച് കളറിലും കാണപ്പെടുന്നുണ്ട്. മഴക്കാലത്താണ് ഇവയുടെ ബ്രീഡിംഗ് ടൈം. വലിയ മരങ്ങളിൽ ഇവ കൂട്ടമായി താമസിക്കുന്നു. അതുപോലെ തന്നെ പ്രജനന കാലങ്ങളിലും ഇവ കൂട്ടമായി പല ശാഖകളിൽ കമ്പുകളും ചില്ലകളും ഒക്കെ ഉപയോഗിച്ച് വലിയ കൂടുകൾ നിർമ്മിക്കുകയും കൂട്ടമായി തന്നെ ഇവ പ്രജനനം നടത്തുകയും ചെയ്യുന്നു. ഒരു കൂട്ടിൽ 3-4 മുട്ടകളാണ് ഇവ ഇടാറ്. നീലക്കളറിൽ കാണാവുന്ന മുട്ടകളായിരിക്കും ഇവയുടേത്. കൂട്ടമായി തന്നെ ഇവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പറന്നു പോകുന്നതും കാണാറുണ്ട്. ഇവയെ കൃഷിക്കാരുടെ പെസ്റ്റിസൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കൃഷി സ്ഥലങ്ങളിലുള്ള പ്രാണികളെയും പുഴുക്കളെയും എല്ലാം ഇവ ധാരാളമായി ഭക്ഷിക്കുന്നു. ഇവയെക്കൊണ്ട് മനുഷ്യർക്ക് യാതൊരു വിധത്തിലുള്ള ഉപദ്രവവുമില്ല. മുൻകാലങ്ങളിൽ ഇവയെ ധാരാളമായി മനുഷ്യർ വേട്ടയാടിയിരുന്നു. ഇപ്പോൾ വേട്ടയാടൽ ബാൻ ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ വേട്ടയാടൽ ഫോറസ്റ്റുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഊണകത്താണ്. അതുകൊണ്ട് ആരും അതിന് നിർബന്ധിതരാകരുത്. ഇവയുടെ വംശനാശ ഭീഷണിയെ തുടർന്നാണ് വേട്ടയാടൽ നിർത്തിവച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വെള്ളക്കൊക്കുകളെ കുറിച്ചുള്ള ചെറിയ ഒരു വിശദീകരണമാണ് ഞാൻ തന്നിരിക്കുന്നത്. ചെറിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ അറിവുകളുമായിട്ട് നമ്മുടെ ചാനൽ ഇനിയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കായി നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.